ഈ ചിക്കൻ കൊണ്ട് എത്ര മനോഹരമായ മീൻകറി ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്കറിയുമോ? നല്ല കുടം പുളിയിട്ട ചിക്കൻ സ്പെഷ്യൽ മീൻകറിയാണ് അമ്മയുടെ. അതിനായി ഇതാ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 5-6 കഷ്ണം കുടംപുളിയും 1/4 കപ്പ് വെള്ളവും 3 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പം ചിക്കൻ എന്ന് പറയുന്നത് എല്ലില്ലാത്ത ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്ത് ഒരു 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഇതൊന്ന് വേവിക്കേണ്ടത്. അങ്ങനെ നല്ല ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി നമുക്കൊരു 2 കഷ്ണം പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, 5-6 ചുമന്നുള്ളി, അതായത് കുഞ്ഞുള്ളി 5-6 കഷ്ണം, പിന്നെ ഒരു ശകല ഇഞ്ചിയും കൂടെ ഒന്ന് നമുക്ക് കല്ലിൽ ചതച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കുക. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റം ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ. കറിവേപ്പില നല്ല ടേസ്റ്റാണല്ലോ, ഒരു പ്രത്യേക ഫ്ലേവറാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ എരിയുള്ള മുളകും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും കൂടി ഇട്ട് നമുക്കൊന്ന് പച്ച മണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലേക്ക് ആ മസാലയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ്, 1/2 കപ്പ് വേണ്ട, 1/2 കപ്പിന് താന്ന് മതി, കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഇപ്പം നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മീൻകറി മാറി നിൽക്കും ഈ ചിക്കൻ്റെ മുമ്പിൽ, അത്ര ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിക്കണം. അപ്പം 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല തിളച്ച് വരും. മീൻകറിയുടെ അതേ മണവും അതേ രുചിയും, അതിനേക്കാൾ ഒരുപടി രുചി നിൽക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു ആണിത്. അങ്ങനെ 10 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമ്മൾ നല്ലോണം വേവിച്ചെടുത്തിട്ട് നോക്കേ, നല്ല മണം, അസൽ മീൻ കറിയുടെ രുചിയും ഒരു രക്ഷയില്ല. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. രാത്രിയിൽ വെച്ചാൽ കൂടുതൽ നല്ലതാണ്. പിറ്റേ ദിവസം നല്ല എരിയും പുളിയും ഒക്കെ അടിപൊളിയായിട്ട് പിടിച്ചിരിക്കും. ഇത് കണ്ടിട്ട് ചിക്കൻ കറിയാണെന്ന് പറയുമോ? ചിക്കൻ കുടംപുളിയിട്ട മീൻ കറി, മീൻ്റെ അതേ രുചി അതേ മണം. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അമ്മയുടെ ഈ മീൻ കറി, ചിക്കൻ സ്പെഷ്യൽ മീൻ കറി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളിത് വെച്ച് നോക്കിയിട്ട് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ബൈ ബൈ, നെക്സ്റ്റ് വ്ലോഗുമായി വരുന്നത്.